നമസ്കാരം. ചില വിഷയങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഇന്നും ഒരു വീഡിയോ ചെയ്യാണ്. ഇന്ന് പാലക്കാട് ജില്ലയിൽ ഒരു സ്കൂളിലെ ഒരു ചെറുപ്പക്കാരൻ പഠിക്കുന്നൊരു പയ്യൻ അവിടുത്തെ പ്രിൻസിപ്പാളിനോടോ ഹെഡ് മാസ്റ്ററോടോ സംസാരിക്കുന്ന ഒരു രീതിയും ബോഡി ലാംഗ്വേജും കണ്ട് സത്യത്തിൽ ഞെട്ടിപ്പോയി. ഞെട്ടേണ്ട കാര്യമില്ല, ഇൻഫ്ലുവൻസ് ഒരുപക്ഷെ ലഹരിയുടെ ആയിരിക്കാം, നമുക്ക് ഉറപ്പില്ലാത്തത് നമ്മളങ്ങനെ പറയുന്നില്ല. എന്നാലും ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞേക്കാം. സാധാരണ എൻ്റെ വീഡിയോയുടെ ലെങ്ത് കൂടുതലാണെന്ന് പറയുന്നതുകൊണ്ട് പൊതുവിരഭിപ്രായം ഉള്ളതുകൊണ്ട് പെട്ടെന്നൊരു കാര്യം പറഞ്ഞേക്കാം. വടികൾ അധ്യാപകർക്ക് കുട്ടികളെ ശിക്ഷിക്കാൻ ആവശ്യമായ ആയുധമായിരുന്നല്ലോ പണ്ട് വടി. ആ വടികൾ താത്തു വെച്ച കാലം മുതലാണ് കുട്ടികൾക്ക് മേലുള്ള ഒരു കടിഞ്ഞാൻ അധ്യാപകർക്ക് നഷ്ടപ്പെട്ടത്. അതൊരു വസ്തു തന്നെയാണ്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പഠിക്കുന്ന UPG സ്കൂളിൽ പേരെഴുതി വെക്കുമ്പോൾ കുട്ടികൾ ക്ലാസ്സിൽ സംസാരിക്കുന്ന ബഹളം ഉണ്ടാക്കുന്ന കുട്ടികളുടെ പേരെഴുതി വെക്കുമ്പോൾ എവിടുന്നെങ്കിലും ഒരു കാലടി ശബ്ദം കേട്ടാൽ ആ ശബ്ദം ചെല്ലപ്പൻ സാറിൻ്റെ ആണോ എന്ന് നമ്മളിങ്ങനെ ഭയവിഹലരായി ഈ കുട്ടികളെല്ലാം നോക്കും. കാരണം ചെല്ലപ്പൻ സാറാണെങ്കിൽ നമ്മുടെ കാര്യം അന്നത്തോടെ തീർന്നു. ചെല്ലപ്പൻ സാറിന് അത്രത്തോളം പേടിയാണ്. നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ക്ലാസ്സിലേക്ക് HM വരുന്നു എന്ന് പറയുമ്പോൾ, അതായത് ഹെഡ് മാസ്റ്റർ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വേറൊരു മെൻ്റൽ കണ്ടീഷനിലേക്ക് എത്തും. വളരെ കാം ആൻഡ് ക്വൈറ്റ് പിൻ ഡ്രോപ്പ് സൈലൻസിലേക്ക് നമ്മൾ എത്തിച്ചേരും. കാരണം HM എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ബഹുമാനിക്കേണ്ട വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. ഇന്ന് അതേ HMൻ്റെ മുഖത്ത് നോക്കി ആ പയ്യൻ പറയുന്ന ഡയലോഗുകളും വിളിക്കുന്ന വെല്ലുവിളികളും ഒക്കെ കാണുമ്പോൾ സത്യത്തിൽ ഈ തലമുറ ഓർത്ത് നമുക്ക് വിഷമം വരും. അതിനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആൾക്കാർ തന്തവൈബ് എന്ന് പറയും, എങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലാതെന്ന് പറയാണ്. ഞാൻ 8ാം ക്ലാസ്സിന് ശേഷം അങ്ങോട്ട് പഠിച്ച 7ാം ക്ലാസ്സിന് ശേഷം അങ്ങോട്ട് പഠിച്ച എല്ലാം പ്രൊഫഷണൽ കോഴ്സാണ്. ടെക്നിക്കൽ ഹൈസ്കൂളും പോളിടെക്നിക്കൊക്കെയാണ് ഞാൻ പഠിച്ചത്. ഞാൻ അതിൽ നിന്നും ആ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ പറയുന്നത്, ഈ കുട്ടികളെ ഇനി കടിഞ്ഞിടാൻ വടിയെടുക്കാൻ അധ്യാപകർക്ക് പറ്റില്ല. നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വീണ്ടും വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരു മാറ്റം കൂടെ ഞാൻ നിർദ്ദേശിക്കുകയാണ്. 7ാം ക്ലാസ് കഴിഞ്ഞാൽ 8ാം ക്ലാസ് മുതൽ സെഷണൽ മാർക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നാൽ കുട്ടികളുടെ മേൽ തുടക്കം തന്നെ ഒരു കടിഞ്ഞിടാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു നിർദ്ദേശം. അതായത് സ്വഭാവത്തിനും സ്കൂളുകളിൽ ഏൽപ്പിക്കുന്ന വർക്കും ചെയ്യുന്നതിന് അടിസ്ഥാനപ്പെടുത്തി കൊടുക്കുന്ന മാർക്കുകളാണ് സെഷണൽ മാർക്കുകൾ. അത് ഞാൻ പഠിച്ച ടെക്നിക്കൽ ഹൈസ്കൂളിലും പോളിടെക്നിക്കിലൊക്കെ ഒരുപാട് പ്രൊഫഷണൽ കോഴ്സ്, എല്ലാ പ്രൊഫഷണൽ കോഴ്സുകൾക്കും അത്തരം മാർക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ പഠിച്ച എക്സ്പീരിയൻസ് വെച്ച് ഞാൻ അല്ലെങ്കിൽ എന്നെ പോലുള്ള വേറെ ചെറുപ്പക്കാരായ പിള്ളേർ അധ്യാപകരോടൊന്നും മോശമായിട്ട് ഒരിക്കലും പെരുമാറാൻ നമുക്ക് പറ്റില്ല. കാരണം സെഷണൽ മാർക്ക് കിട്ടില്ല. സെഷണൽ മാർക്ക് കിട്ടിയില്ല എങ്കിൽ നമ്മൾ തോറ്റു, നമുക്ക് പാസ്സാകാൻ സാധിക്കില്ല. അങ്ങനെ ഒരു വലിയ കടമ്പ മുന്നിലുള്ളതുകൊണ്ട് തന്നെ വളരെ മാന്യമായിട്ട് മാത്രമേ നമുക്ക് ദേഷ്യം വന്നാൽ പോലും, നമുക്ക് പ്രകടിപ്പിക്കേണ്ടി വന്നാൽ പോലും നമ്മൾ അതൊക്കെ പ്രകടിപ്പിക്കുന്ന രീതികൾ വേറെ ആയിരിക്കും. ഈ രീതിയിലൊന്നും പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. കൂച്ചുവിലങ്ങിടുക തന്നെ വേണം. കാരണം അല്ലാതെ ഈ പോക്ക് പോകാൻ പറ്റത്തില്ല. വരുന്ന തലമുറയൊക്കെ നശിച്ചു പോകുന്ന ഒരു സെറ്റപ്പാണ് ഇപ്പോൾ കാണിച്ചുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ 7ാം ക്ലാസ് കഴിഞ്ഞാൽ 8ാം ക്ലാസ് മുതൽ സെഷണൽ മാർക്ക് എല്ലാ സ്കൂളുകളിലും എല്ലാ വിദ്യാർത്ഥികളും സെഷണൽ മാർക്ക് നിർബന്ധമാക്കുക. അത് മോശമല്ലാത്ത മാർക്ക് ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് മാർക്ക് സെഷണൽ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പാസ്സാകൂ എന്നൊരു കൂച്ചുവിലങ്ങ് കൊണ്ടുവന്നാൽ തുടക്കം മുതലേ കുട്ടികളെ അവരുടെ ബിഹേവിയറിൽ ഒരു ലിമിറ്റേഷൻ അവർ സ്വമേധയാ ഉണ്ടാക്കിക്കോളും. ഇതൊരു എൻ്റെ ബുദ്ധി തോന്നിയ എനിക്ക് വെക്കാനുള്ള നിർദ്ദേശം മാത്രമാണ്. വീഡിയോ നീണ്ടു പോകുന്നു എന്ന പരാതി ഉള്ളതിനാൽ പെട്ടെന്ന് നിർത്തും. നന്ദി, നമസ്കാരം.